ദേ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ജ്യൂസ് അടിച്ചാലോ? അപ്പോൾ ഇന്ന് രണ്ട് ചേരുവകൾ ചേർത്തിട്ടാണ് ഈ ജ്യൂസ് അടിക്കാൻ പോകുന്നത്. നല്ല തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജ്യൂസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പഴുത്തായതുകൊണ്ടാണ് ഇങ്ങനെ പുഴുകളാണ് കിടക്കുന്നത്. അപ്പോൾ അതിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നേ ഇല്ല. അപ്പം നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി. ഇത് കണ്ടു, നല്ല തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയോണ്ടാണ് ആ മിക്സിയിലെല്ലാം നന്നായിട്ട് തണുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തിളപ്പിക്കുന്നൊന്നുമില്ല, നല്ല തിക്കായിട്ടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനി ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ആദ്യം നമുക്ക് തുറന്ന് നോക്കാം. നല്ല തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. നമ്മൾ ശരിക്കും ഷേക്ക് അടിക്കുമ്പോൾ നമ്മൾ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനതിലൊന്നും ആവശ്യമില്ല. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാങ്ങയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. പിന്നെ പാലും ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പം ഓക്കെ, സെറ്റ്. മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാംഗോ ജ്യൂസ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഷേക്ക് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം നല്ല തിക്കായിട്ടുള്ളതാണ്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ബാക്കി എടുത്ത് പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് നല്ല പോലെ മാങ്ങ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഗ്ലാസ്സിലോട്ട് വയ്ക്കുക. എന്താ കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇത് വീഴുന്നത്. നമുക്ക് അരിക്കും ഒന്നും വേണ്ട. എളുപ്പത്തിൽ ആരിൽ വീഴുന്നവരൊക്കെ വരികയാണെങ്കിലും സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് ഐസിടണ്ടേ, നോക്കട്ടെ ഐസ് ഉണ്ടോ എന്ന്. യെസ് ഗൈസ്, ഐസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഐസും കൂടെ ഈ മാംഗോ ജ്യൂസിലോട്ട് സെറ്റാക്കിയിട്ട് ഈ ഐസ് ഇടുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര തിക്കാണെന്ന്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ളതുകൊണ്ടാണ് ഐസ് അങ്ങനെ പൊങ്ങി കിടക്കുന്നത്. അങ്ങനെ നമുക്ക് അത് വീഴുമ്പോൾ തന്നെ കണ്ടോ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പം നല്ല അടിപൊളി മാംഗോ ജ്യൂസ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകപ്പിഴകളെല്ലാം ഉണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു മാംഗോ ജ്യൂസെങ്കിലും ഒന്ന് അടിച്ച് ഒരു വീഡിയോ ഇടണമെന്ന്. അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കുന്നു. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.